കുറച്ച് നാളുകളായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായാണോ ഇന്നലെ തമിഴ്നാട്ടിൽ ഒരു ഗുഡ്സ് ട്രെയിൻ ഇതുപോലെ അട്ടിമറിക്കപ്പെട്ടതായി സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിൽ ഈ അപകടത്തിന് പിന്നാലെ തീ പടരുകയും കോടിക്കണക്കിന് രൂപയുടെ ഇന്ധനം കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൃത്യമായ അന്വേഷണം വേണ്ടേ? കാരണം തുടർച്ചയായി ഈ സംഭവങ്ങൾ ഉണ്ടാവുകയാണല്ലോ. വളരെ ശരിയാണ്. ഈ ഇത്തരത്തിലുള്ള ട്രെയിൻ അട്ടിമറികൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇതിപ്പോൾ ഒരു ഗുഡ്സ് ട്രെയിൻ, ഡീസലും വഹിച്ചുകൊണ്ട് പോയ ഗുഡ്സ് ട്രെയിൻ ഏതാണ്ട് 19 ബോഗികളാണ് കത്തി നശിച്ചിരിക്കുന്നത്. ചെന്നൈക്ക് അടുത്താണ് ഈ സംഭവം നടക്കുന്നത്, അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇതിനകത്തൊരു അട്ടിമറി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയണം. കാരണം നിരന്തരം നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലകളിൽ ഒന്നാണ് നമ്മുടേത്. ആയിരക്കണക്കിന് കിലോമീറ്റർ നമുക്ക് റെയിൽ ഗതാഗതം സാധ്യമാണ്. മുമ്പ് റെയിൽ എത്താതിരുന്ന സ്ഥലത്ത് പോലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ, ഇപ്പോൾ കാശ്മീരിൽ ഉൾപ്പെടെ ട്രെയിൻ എത്തുകയാണ്. അപ്പോൾ അത് നമുക്ക് സത്യത്തിൽ നമ്മുടെ ഈ വികസന കുതിപ്പിന് വലിയൊരു നാഴികക്കല്ലാണ് ഈ ട്രെയിൻ ഗതാഗതം. ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും ഇത് വലിയ സഹായകരമാണ്. നമുക്ക് പ്രധാനമായിട്ടും റെയിൽവേക്ക് വരുമാനം ലഭിക്കുന്നതും അങ്ങനെയാണ്, ചരക്ക് നീക്കത്തിലൂടെയാണ്. യാത്രക്കാർ സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം വരുമാനം എത്ര കിട്ടും എന്നുള്ളതറിയാം. അപ്പോൾ ശരിക്കും റെയിൽവേയുടെ വരുമാനം ഈ ചരക്ക് നീക്കത്തിലൂടെയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്കും നമ്മൾ ഈ ചരക്ക് നീക്കത്തിന് വേണ്ടുന്ന അനുവാദം കൊടുത്തിട്ടുണ്ട്. കണ്ടെയ്നറുകളും മറ്റുമൊക്കെ വാടകയ്ക്കെടുത്ത് ഗുഡ്സ് ട്രെയിനുകൾ വാടകയ്ക്കെടുത്ത് അവർക്ക് ചരക്കുകൾ കൊണ്ടുപോകാം എന്നുള്ളൊരു സാഹചര്യം ഇപ്പോൾ പതുക്കെ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പരിപൂർണമായിട്ടും അത് നടപ്പായിട്ടില്ല, എങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും അത് നടപ്പാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ട്രെയിൻ അപകടങ്ങൾ നടന്നിരിക്കുന്നതെല്ലാം തിരക്കേറിയ റൂട്ടുകളിലാണ്. നമ്മുടെ കൽക്കട്ട ചെന്നൈ റൂട്ടിൽ, ഒറീസ ആന്ധ്ര ആ ഭാഗത്ത് നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന അപകടം ട്രാക്ക് മാറി, സിഗ്നൽ തെറ്റി ട്രാക്ക് മാറി വേറൊരു ട്രാക്കിൽ കിടന്ന ട്രെയിനിലേക്ക് ചെന്ന് ഇടിച്ചു കയറി വലിയ അപകടമുണ്ടായി. 100 കണക്കിന് മനുഷ്യർ മരിച്ചു, യാത്രക്കാർ മരിച്ചു. അത് നമ്മുടെ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്ന് അതാണ്. അതുപോലെ ചെറുതും വലുതുമായ പല അപകടങ്ങളും ഈ ഉത്തരേന്ത്യയിലടക്കം ഈ പറഞ്ഞതുപോലെ തിരക്കേറിയ റൂട്ടുകളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കേരളത്തിലെ കഥ തന്നെ അറിയാം. കേരളത്തിലെ വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ട്. അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് സ്ലാബ്, വലിയ ഈ കോൺക്രീറ്റ് പാളികൾ എടുത്ത് പാളത്തിൽ വെച്ച് അത് തകർക്കാൻ ശ്രമിക്കും. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. കേരളത്തിൽ ആര് പിടിക്കപ്പെട്ടാലും അവർ മാനസിക രോഗികളാണ്. ഏറ്റവും ഒടുവിൽ ഒരു UP-കാരൻ ട്രെയിനിനകത്ത് തീ വെക്കാൻ ശ്രമിച്ചു. അവനെ വളരെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ അവന് മാനസിക രോഗമാണെന്നാണ് പറയുന്നത്. അവനിതുപോലെ ഇപ്പോൾ ഇത് ടാങ്കർ ചെന്നൈക്കടുത്ത് സംഭവിച്ചിരിക്കുന്നത് ഡീസൽ വഹിച്ചു കൊണ്ടുപോയ ടാങ്കറുകൾക്കാണ് തീ പിടിച്ചത്. ഈ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് രൂപയുടെ ഇന്ധനം കത്തി നശിക്കുകയും ചെയ്തു. സമാനമായിട്ട് കോഴിക്കോടിനടുത്ത് ഈ ഇന്ധനം സ്റ്റോർ ചെയ്യുന്ന, ഇന്ധനം ശേഖരിക്കുന്ന ഒരു സ്ഥലത്തിനടുത്താണ് ഈ ട്രെയിനിൽ അട്ടിമറി നടന്നത്. അവിടെ നമുക്കറിയാം, ഈ ഇന്ധനം ശേഖരിക്കുന്ന അതിൻ്റെ സമീപത്തെ അന്തരീക്ഷത്തിലെല്ലാം ഈ ഇന്ധനത്തിൻ്റെ അംശങ്ങളുണ്ടാകും. ഇതിങ്ങനെ നമുക്ക് പെട്രോളും ഡീസലും ഒക്കെ വായുവിൽ പെട്ടെന്ന് പരക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു അപകടമുണ്ടായാൽ അത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായി തീരും. പ്രത്യേകിച്ചും കേരളം ഒരു ജനനിബിഡമായ ഒരു സംസ്ഥാനമാണ്, അല്ലേ? നമുക്ക് ഈ തുറന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. കാരണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. പക്ഷെ തമിഴ്നാടൊന്നും അങ്ങനെയല്ല, അത്രയും പ്രശ്നങ്ങളില്ല. അവിടെ കുറേ കൂടെ വിശാലമായ ഭൂപ്രദേശമാണ് തമിഴ്നാട്. ജനങ്ങൾ ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളിലൊക്കെ ശരിയാണ്. ഇപ്പോൾ ചെന്നൈയിലോ മധുരയിലോ കോയമ്പത്തൂരോ ഒക്കെ നഗരങ്ങളിൽ ജനങ്ങൾ കൂടുതലായിട്ട് തിങ്ങിപ്പാർക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ വിശാലമായ ഭൂപ്രദേശങ്ങൾ അവിടെ ധാരാളമുണ്ട്. ഇപ്പോൾ ഈ ചെന്നൈക്ക് അടുത്ത് നടന്ന ഈ സംഭവം തന്നെ അത് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഏതാണ്ട് 45 ടാങ്കറുകളാണ് അതിൽ ഉണ്ടായിരുന്നത്. അതിൽ 19 എണ്ണമാണ് കത്തി നശിച്ചത്. എഞ്ചിനിൽ നിന്ന് മൂന്നാമത്തെ ടാങ്കറിൽ തീ പടരുന്നത് കണ്ട്
ഈ ലോക്കോ പൈലറ്റ് വണ്ടി നിർത്തിയത് കൊണ്ടാണ് അപകടം ഇത്രയും കുറഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്നു. ആ പ്രദേശം തന്നെ സമ്പൂർണ്ണമായിട്ടും നശിക്കുന്ന ഒരവസ്ഥയിൽ പോകും. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അധികൃതർ ഉണരുകയും, ഇത് രാവിലെ 5 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. 5നും 5:30ക്കും ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ തമിഴ്നാട്ടിലെ ചെന്നൈ എണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വല്ലജബാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, കാഞ്ചീപുരത്തിനടുത്തുള്ള വല്ലജബാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ ഇന്ധനവുമായിട്ട് പോവുകയായിരുന്നു ഈ ഗുഡ്സ് ട്രെയിൻ. അതിൽ അടുത്ത് എഗത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അധികൃതർ, അതൊരു അത്ര ജനനിബിഡമായ, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമല്ല, എങ്കിലും അധികൃതർ വളരെ പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കുകയും ആ പ്രദേശത്ത് നിന്ന് അവിടെ വസിച്ചിരുന്ന ആൾക്കാരെ എല്ലാം മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് അവിടെ വലിയ അപകടങ്ങൾ ഉണ്ടായില്ല, ആൾനാശമുണ്ടായില്ല, ആരുടെയും ജീവനാപത്തുണ്ടായില്ല. പക്ഷേ നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി, ഇന്ധനം കത്തിപ്പോയി എന്നുള്ളത് ഒരു വലിയ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് ഈ പറയുന്നത് പോലെ നിസ്സാരമല്ല. ഇത് ഒരു വലിയ അട്ടിമറി അതിനകത്ത് സംശയിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഒരു 2 ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയോ ഒരു ട്രെയിനിൻ്റെ പുറകിൽ വന്ന് മറ്റൊരു ട്രെയിൻ ഇടിക്കുകയോ ചെയ്താൽ, അത്തരത്തിൽ സിഗ്നലൊക്കെ തെറ്റിച്ചാൽ അത് ആ 2 ട്രെയിനിലും യാത്ര ചെയ്യുന്ന ആൾക്കാരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഇത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടൺ കണക്കിന് ഇന്ധനം ഇതിനകത്തുണ്ട്. ആ ഇന്ധനമാണ് തീ പിടിക്കുന്നത്. ആ ഇന്ധനം തീ പിടിച്ചാൽ ആ പ്രദേശത്തൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. 100 കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടും, അല്ലേ? അവിടെ വലിയ നാശനഷ്ടങ്ങളുണ്ടാകും. ഒരു ബോംബ് എക്സ്പ്ലോഷൻ പോലെ, ഒരു ബോംബ് പൊട്ടി ആ സ്ഫോടനത്തിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെയുള്ളൊരു സംഭവമാണ് ഈ നടന്നിരിക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു അട്ടിമറി ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും അന്വേഷണത്തിലൂടെ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും റെയിൽവേ അടക്കം അത് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ കേരളത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു. കോഴിക്കോടിനടുത്ത് വെച്ച് ഒരാൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിനകത്ത് തീ കൊളുത്താൻ ശ്രമിച്ചു. അവിടെ തീ പടർന്നു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ആ തീ അണയ്ക്കാൻ സാധിച്ചു. പക്ഷേ അതിൽ ഏറ്റവും വലിയ നമ്മൾ ഭയപ്പെടേണ്ട സംഗതി, എവിടെ വെച്ചാണോ ഈ തീപിടുത്തം ട്രെയിനിനുള്ളിൽ ഉണ്ടായത് അതിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് ഈ ഇന്ധനം ശേഖരിക്കുന്ന വലിയ ടാങ്കുകളുള്ളത്, വലിയ സ്റ്റോറേജ് ടാങ്കുകളുള്ളത്. അവിടെ കോടിക്കണക്കിന് ലിറ്റർ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ലിറ്റർ ഇന്ധനം ശേഖരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇന്ധനം ശേഖരിച്ച് വച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിൽ ഈ ഇന്ധനത്തിൻ്റെ അംശങ്ങൾ ഇങ്ങനെ പടർന്നിട്ടുണ്ടാവും. അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ മതി, അത് അന്തരീക്ഷത്തിലൂടെ വളരെ പെട്ടെന്ന് ഈ ഇന്ധനം ശേഖരിച്ചിരിക്കുന്ന അറകളിലേക്ക് എത്തുകയും അവിടെ വലിയ പൊട്ടിത്തെറി സംഭവിക്കുകയും ചെയ്യും. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. കോഴിക്കോട് പോലൊരു വലിയ പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവിടെയും ഒട്ടും കുറവല്ല ജനങ്ങൾ, സമീപത്ത് തന്നെ ജനങ്ങൾ ധാരാളം വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇത്തരത്തിലൊരു ദുരന്തം നടന്നാൽ എന്തായിരിക്കും ഫലം? അങ്ങനെ ഒരു നീക്കമാണ് അവിടെ സംഭവിച്ചതെന്ന് ഏതാണ്ട് വ്യക്തമാണ്. പക്ഷേ അന്വേഷിച്ചു വരുമ്പോൾ ഈ കുറ്റവാളി മാനസിക രോഗിയാണ്. അത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ്. ഉത്തരേന്ത്യയിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കോ ഒന്നും അത് വ്യാപിച്ചിട്ടില്ല. പക്ഷെ താമസിയാതെ അവിടെയൊക്കെ ഇത് എത്തും എന്ന് വ്യക്തമാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ തിരുവള്ളൂരിനടുത്തുണ്ടായ ഈ ട്രെയിൻ അപകടം, ഈ പറഞ്ഞതുപോലെ ഇന്ധനം കത്തി നശിക്കുകയാണ് എങ്കിൽ കൂടി അതിനെ അത്ര ചെറുതായിട്ട് കാണണ്ട. അതിൻ്റെ പുറകിൽ അത് തുടക്കത്തിൽ തന്നെ അത് അട്ടിമറിയാണ് എന്നുള്ള സംശയം ഉയർന്നിരുന്നു. ഇപ്പോൾ റെയിൽവേ വിശദമായ അന്വേഷണത്തിന് മുന്നോട്ട് പോയിരിക്കുകയാണ്. നമുക്കറിയാം, അഹമ്മദാബാദിൽ വിമാന ദുരന്തം ഉണ്ടായിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് പുറകെയാണ് ഇത്തരത്തിലൊരു ട്രെയിൻ ദുരന്തം കൂടി ഉണ്ടാകാൻ. ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക കുതിപ്പിലാണ് രാജ്യം. അപ്പോൾ അതിനെ അട്ടിമറിക്കാൻ ശത്രുക്കൾ ശ്രമിക്കും എന്നുള്ളത് തീർച്ചയാണ്. നമുക്ക് മുന്നിൽ ഇനി കേവലം 4 രാഷ്ട്രങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മുന്നിലുള്ള ആൾക്കാർ വളരെ ഭയത്തോടു കൂടിയാണ് നമ്മുടെ വളർച്ചയെ കാണുന്നത്. അവർ ഇത്തരത്തിലുള്ള ചാരന്മാരെയും മറ്റും ഉപയോഗിച്ച്, സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്ത് ഇത്തരം അട്ടിമറികൾ നടത്താൻ ശ്രമിക്കുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണിത്. തീർച്ചയായിട്ടും അതിൻ്റെ അന്വേഷണ ഫലം പുറത്തു വരട്ടെ. അന്വേഷണത്തിലൂടെ ഇത് അട്ടിമറിയാണോ, ആണെങ്കിൽ ആര് ചെയ്തു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് ലഭിക്കും. എന്തായാലും ഒരു കാര്യം സത്യമാണ്,
നമ്മുടെ രാജ്യവും നമ്മുടെ പൗരന്മാരും അങ്ങേയറ്റം ജാഗ്രതയോടെ കടന്നു പോകേണ്ട ഒരു കാലമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല.